ഹലോ മച്ചാന്മാരെ, അങ്ങനെ നമ്മൾ നമ്മുടെ ചെറുക്കനായിട്ട് നമ്മുടെ ശരത്തേട്ടൻ്റെ ഗ്യാരേജിൽ വന്നിട്ടുണ്ട്. തൃശ്ശൂർ പുതുക്കാടിനടുത്ത് പാഴ എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് കേട്ടോ നമ്മുടെ ശരത്തേൻ്റെ എലഗൻസ് ഓട്ടോ ഗ്യാരേജ് എന്ന് പറഞ്ഞ വർഷം. നമ്മുടെ പജറോയുടെ 1 ലാഖിൻ്റെ മേജർ സർവീസ് ചെയ്യുന്നത് നമ്മുടെ ശരത്തേൻ്റെ അടുത്താണ് കേട്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള വർക്കുകൾ പെൻഡിങ് ആയിട്ടിരിക്കുന്ന വർക്ക്സ് എല്ലാം ചെയ്യാൻ പോകുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ശരത്തേട്ടൻ. ആളുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ചെറുക്കനെ ഒരു 4 വർഷം മുമ്പ് നമ്മൾ വാങ്ങിയിട്ട് പോയത്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്ത് തരും. അത് എൻ്റെ വണ്ടി എന്നല്ല, ഇവിടെ കൊണ്ടുവരുന്ന ഏതൊരു കസ്റ്റമേഴ്സിന്റെ വണ്ടിയാണെങ്കിൽ പോലും 100% ആൾ ആത്മാർത്ഥതയോടെ ചെയ്യും. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആളെ തേടി എത്തിയത്. പരിചയപ്പെടാനായിട്ട് ഇവിടെ ഒരുപാട് മുഖങ്ങളുണ്ട് കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ കണ്ണേട്ടനെ പറ്റി പറയാം. ആ കണ്ണേട്ടൻ എന്ന് പറഞ്ഞത് നമ്മുടെ ശരത്തേന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് കണ്ണേട്ടൻ. ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ ചെയ്യൂ ബാലു, ഇങ്ങനെ. അപ്പം ഇതാണ് നമ്മുടെ കണ്ണേട്ടൻ കേട്ടോ. അപ്പം മച്ചന്മാരെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ വീലിന്റെ ബെയറിങ് ഏതെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം റണ്ണിങ്ങിൽ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ജാക്കി യൂസ് ചെയ്തിട്ട് അടിയിൽ 2 സ്റ്റാൻഡ് കൊടുത്ത് വണ്ടി ഇങ്ങനെ എന്താ പറയുക എയറിലാക്കുകയാണ്. ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ചെയ്യണം. കാരണം 4 ടയർ എയറിലായെങ്കിൽ മാത്രമേ നമുക്ക് ഫോറച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒരേ ടൈമിൽ വണ്ടിയുടെ 4 വീലും കറങ്ങും. നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ റൈറ്റ് സൈഡിലെ വീല് വന്നിട്ട് ചെറിയൊരു ബെൻഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ബെൻഡ് ഒന്ന് സെറ്റ് ആക്കണം. നമ്മുടെ ഡ്രൈവിന്റെ കംഫർട്ടിനെ ബാധിക്കുന്ന ഒന്നാണത്. ഇത് നമ്മുടെ ശരത്തേന്റെ മൂത്ത ഉണ്ണിയാണ് കേട്ടോ. അച്ഛനെ പോലെ തന്നെ മതിയായ ഒരു വണ്ടി ഭ്രാന്തനാണ് കേട്ടോ ഇവന്. എവിടെയായിരുന്നു പോയൊക്കെ കഴിഞ്ഞാ ചായ കുടിച്ചാ നമുക്ക് വണ്ടി റെഡി ആക്കാം അല്ലേ? ഇതിന് ഇളക്കം ഉണ്ടാകണം കേട്ടാ. അതേപോലെ ബാക്കിൽ നിന്ന് ഒരു കടകട ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് വന്നിട്ട് യൂണിവേഴ്സൽ ജോയിന്റ് പോയിട്ടാണ്. ആ സൗണ്ട് കേൾക്കാൻ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ ചിലപ്പോൾ കഴിയൂട്ടാ. ചേട്ടാ, എന്താണ് ഇപ്പൊ വണ്ടിയുടെ അവസ്ഥ ശരിക്കും? ബെയറിംഗ് അല്ലേ? നല്ല സൗണ്ട് ഉണ്ടല്ലേ? ഉണ്ടല്ലേ? കാരണം ഇതിന്റെ അടിയിലുള്ള അവസ്ഥ എങ്ങനെയാ? അടിയിൽ ഇപ്പൊ 4 വീലിന്റെ മൗണ്ടിങ് പോയിന്റ് അത് മാറണം. പിന്നെ വരുന്നത് യൂജ് പോയിന്റ്, ഏത് മെയിൻ ഷാഫ്റ്റ്. പിന്നെ 4 വീലിന്റെ പോയിന്റ്, 4 വീലിന്റെ പോയിന്റ്, മറ്റേ മെയിൻ ഷാഫ്റ്റിന്റെ പോയിന്റ്. അപ്പൊ 2 മാറണം. സിലിണ്ടർ പുറത്ത് തള്ളുന്നുണ്ടോ? മറ്റേ ക്ലച്ചിന്റെ ലീക്ക് വല്ലതും കാണുന്നുണ്ടോ? മൈന്യൂട്ടായിട്ട് ലീക്ക് ഉണ്ട് ഉണ്ടല്ലേ? അപ്പൊ അത് മാറണം. അപ്പൊ നേരത്തെ നമ്മൾ ഇതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 ലക്ഷം രൂപ അടുത്തുള്ള പാർട്സും കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ വാങ്ങിയിട്ടുള്ള പാർട്സ് എല്ലാം തന്നെ ജെന്യുവിൻ പാർട്സ് തന്നെയാണ്. എല്ലാം OE പാർട്സ് തന്നെയാണ് നമ്മുടെ വണ്ടിക്കായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. തന്നെയല്ലേ? നമുക്ക് ഈ കട്ടയാടുമ്പോൾ അടി എന്ന് പറയുന്നത് ഇത് തന്നെ ഈ സാധനം അത് ഇത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഷോക്ക് ലീക്ക് ആയിട്ട് ഷോക്ക് മാറണം അല്ലേ? പിന്നെ അപ്രാമിൻ്റെ 2 ബുഷ് നമുക്ക് മാറാം. അപ്രാമിൻ്റെ ബോൾ ജോയിന്റ് മാറണം അല്ലേ? ലോറാമിൻ്റെ അതുപോലെ തന്നെ ബോൾ ജോയിന്റിലെല്ലാം മാറണം അല്ലേ? എല്ലാം ഇതിൻ്റെയൊക്കെ ബുഷ് മൊത്തം പോയി കിടക്കണം. എല്ലാം പോയി കിടക്കാണ്. ബുഷ് നമ്മൾ വാങ്ങിയിട്ട് വന്ന് വേറെ ഇല്ല. സൗണ്ട് അല്ലേ? അപ്പുറത്തെ ഇത് തന്നെയാ? അപ്പുറത്ത് വലിയ കുഴപ്പമില്ല, കൂടുതൽ സൗണ്ട് അല്ലേ? ഓക്കെ. കാണാല്ലേ? ഇതെന്താ സംഭവം? ബൂട്ട് പൊട്ടിയിട്ട്
ബൂട്ട് പൊട്ടിയിട്ട് ഗ്രീസും കാര്യമൊന്നുമില്ല, അതിനാണ് കരച്ചിൽ സൗണ്ട് വരുന്നത്. ആ കിരാന്നുള്ള അതെ അതെ, അത് നമുക്ക് എന്തായാലും അഴിക്കാം, ഈ ആക്സിൽ എന്തായാലും അഴിക്കണം അല്ലേ? റൗട്ടറിന്റെ അവസ്ഥ ഇതല്ലേ, ഒരഞ്ഞല്ലേ. ഫ്രണ്ട് വലിയ കുഴപ്പമില്ല, അതാണ് ഈ ബ്രേക്ക് ഓടിക്കുമ്പോ വണ്ടി വിറച്ച് നിക്കണേ. ഇതാണ് നമ്മുടെ അടുത്ത മച്ചാൻ, ആളുടെ പേര് ഉല്ലാസ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആളിവിടെ ഉണ്ടായിരുന്നില്ല, പുതിയതായിട്ട് വന്നാണ് കേട്ടോ. നല്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ഒരു പയ്യനാണ് കേട്ടോ കിഷോർ. ആളൊരു വണ്ടി ഭ്രാന്തൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ശരത്തേണ്ട വലം കൈയാണ്. കണ്ണനാണെങ്കിൽ നമ്മുടെ ബെൽറ്റ് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടന്നു. ഇത് അഴിക്കണം എന്ന് പറഞ്ഞ നിസ്സാര പണിയല്ല, നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അതവിടെ നടക്കുന്നു. നമ്മുടെ കിഷോർ കുട്ടനാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ടിലെ ആക്സില് കാര്യങ്ങളൊക്കെ മെല്ലെ അഴിക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ നമ്മുടെ ഹെഡിന്റെ വാൽവിന്റെ അവിടെ നിന്ന് ചെറിയ രീതിയിലല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള വാൽ പാക്കിങ് കവറും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ആദ്യം ബെൽറ്റ് മാറാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ടൈമിംഗ് ബെൽറ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെയറിങ്ങും ടെൻഷനും മാറാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിന്റെ മേലുള്ള കവറും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കണ്ണേട്ടാ, നമ്മുടെ വണ്ടിയിലൊക്കെ ടൈമിംഗ് ബെൽറ്റ് മാറണ്ട എത്ര കിലോമീറ്റർ റേഞ്ചിലാ? ഇത് 1 ലാഖിൽ നമുക്ക് മാറണം, കറക്റ്റ് 1 ലാഖിൽ മാറണം. 1 ലാഖിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇൻ കേസ് പൊട്ടി കഴിഞ്ഞാൽ വാൽവ് ബെൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ എഞ്ചിൻ ഹെഡ് അയക്കണം, ലേറ്റി കൊടുക്കണം, അങ്ങനത്തെ വർക്കുകളൊക്കെ വരും. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യും ഏറ്റവും ബെറ്റർ ചെയ്യുന്നത് നല്ലതല്ലേ? 1 ലാഖിൽ കറക്റ്റ് ബെൽറ്റ് മാറുന്നെങ്കിൽ, ബെൽറ്റ് മാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ സീസായപ്പോ ഹെഡ് അടിക്കേണ്ടി വരും. ഹെഡ് അയക്കേണ്ടി വരും, എന്തായാലും വാൽവ് എന്തെങ്കിലും ബെൻഡ് ആവും അല്ലേ? അപ്പൊ എപ്പോഴും അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ? ഓക്കെ. ഫ്രണ്ട് റൈറ്റ് സൈഡ് ലോറാമിന്റെ ബുഷും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ട് ലോറാമിന്റെ അപ്പുറം ലോറാമിന്റെ ഒക്കെ ബുഷും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ലേറ്റി കൊടുത്ത് നമുക്ക് ബുഷ് അടുപ്പിക്കാനുള്ളതാണ് കേട്ടോ. കണ്ടിട്ടപ്പോ ടൈമിംഗ് ബെൽറ്റിന്റെ ഭാഗമൊക്കെ ഇവിടം വരെ കവർ അയച്ചു കഴിഞ്ഞാൽ ബെൽറ്റ് വരാം അല്ലേ? ഓക്കെ, ഇതാണല്ലേ കവറ് കാണിച്ച്? ഓക്കെ. ഫുള്ള് ബോൾ ജോയിന്റ്, അപ്രാമ് ലോറാമ് ബോൾ ജോയിന്റ് പോയിന്റ്, പിന്നെ ബുഷുകൾ പോയിന്റ്, പിന്നെ ആക്സില് ബൂട്ട് പോയിന്റ്, പിന്നെ അതുമാതിരി ഷോക്കിന്റെ ബുഷ് കട്ടായി പോയിന്റ്, കട്ടായി പോയത്. പിന്നെ അതുമാതിരി ഡിസ്ക് റോട്ടർ പോളിഷ് ചെയ്യാറേഞ്ച്, അത് ഫുള്ള് സ്ക്രാച്ച് അതിൻ്റെ നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ടല്ലേ? അപ്പോൾ 4 പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പൾസേഷൻ പോകും അല്ലേ? ലേത്തി കൊടുക്കാനുള്ള നമ്മുടെ പാർട്സ് എല്ലാം തന്നെ വണ്ടിയിൽ കയറ്റി. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ട് വരാം. അപ്പോൾ മച്ചന്മാർ, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൊള്ളൂട്ടോ. വൈകാതെ തന്നെ നമ്മുടെ ബാക്കി വർക്ക്ഷോപ്പ് വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ മച്ചന്മാർ, നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.